സ്വാഭാവികമായിട്ടും മകൻ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു വേവലാതി ഉണ്ടാവുമല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ പുരോഗമന ആശയങ്ങളോട് യോജിപ്പുള്ളവരായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ തന്നെ. അതുകൊണ്ട് പ്രശ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരാളെ നന്നാവാൻ വേണ്ടി അയക്കുന്ന പാർട്ടി എന്ന രൂപത്തിലായിരുന്നു അന്ന് കണ്ടിരുന്നത്. എന്തൊരു കുഴപ്പമുള്ളവരാണെങ്കിൽ തന്നെ എന്നുവെച്ചാൽ അന്ന് തെറ്റായ ഒരു പ്രവണതയും പാർട്ടിക്കകത്ത് അനുവദിക്കില്ല. ഉദാഹരണത്തിന് പാർട്ടിക്കൊരു മെമ്പർഷിപ്പ് കൊടുക്കുന്നൊരു അടിസ്ഥാന യോഗ്യത സർവകലാശാല ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അക്കാഡമിക് നിലവാരമോ അവരുടെ സാമ്പത്തിക സ്രോതസ്സോ അല്ല, മറിച്ച് സ്വഭാവത്തിലെ വൈശിഷ്ട്യമാണ്. 4 പേരെടുത്താൽ അവൻ പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞാൽ 4 പേരുടെ മുമ്പിൽ നായകനാവണം, മാതൃകയായിരിക്കണം. ഒന്ന്, അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ നിന്നും പോയിക്കൂടാ. കള്ളുകൂടിയനോ പിടിച്ചുപറിക്കാരനോ മോഷ്ടാവോ അല്ലെങ്കിൽ തെറ്റായ പ്രവണത പെണ്ണുപണിയനോ ഒക്കെ ആയി പോകുന്ന ഒരു ശൈലിയുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യവും പാർട്ടി അംഗീകരിക്കുന്നില്ല. അതെല്ലാം നിരാകരിക്കുകയാണ് എല്ലായ്പ്പോഴും ഇതിനകത്ത് കൃത്യമായി പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ 4 പേരുടെ മുമ്പിൽ ഒരു പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞാൽ അവൻ നായകനാകണം, തെറ്റായ പ്രവണതകളിലേക്ക് പോയിക്കൂടും. മറ്റേത് പാർട്ടിയേക്കാളും ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അത് വിമർശനം, സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തപ്പെടുന്ന രൂപത്തിലുള്ള ശൈലികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഈ CPI.